ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട ഷിനോ അച്ഛൻ, ന്യൂസിലൻഡ് റീജിയണൽ ഭാരവാഹികളെ, മർത്തമറിയൻ സമാജ അംഗങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാം ഓൺലൈൻ വഴി കാണുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കുന്നു. ഇത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന്റെ 5ാമത്തെ ക്ലാസ് ആണല്ലോ. ഇവിടെ രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് 4ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. രൂത്തിന്റെ വീണ്ടെടുപ്പും നവോമിയുടെ ഉയർച്ചയും എന്നുള്ളതാണല്ലോ അധ്യായം 4. ഇത് രൂത്തിന്റെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായം കൂടെയാണ്. ആദ്യത്തെ അധ്യായത്തിൽ എന്തിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്? ആരെങ്കിലും ഒക്കെ പറയാം. ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ എന്തിനെ പറ്റിയാ പഠിച്ചത്? രൂത്തിന്റെ പുസ്തകങ്ങളിലൂടെ അതില് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ എന്താണ് സംഭവിച്ചത്? ന്യായാധിപന്മാരുടെ കാലത്ത് ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അതായത് ബേഥൽഹേമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ എലീമേലേക്കും ഭാര്യ നവോമിയും 2 പുത്രന്മാരായ മഹ്ലോനും കില്യോനും കൂടെ മോവാബ് ദേശത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം എലീമേലേക്ക് മരിച്ചു പോകുന്നു. അതിന് ശേഷമാണ് മഹ്ലോനും കില്യോനും ഓർപ്പയും രൂത്തിനെ വിവാഹം കഴിക്കുന്നത്. മഹ്ലോനും കില്യോനും മരിക്കുന്നു. രൂത്തും ഓർപ്പയും നവോമിയും മാത്രമാവുന്നു. 3 വിധവകൾ മാത്രമാവുന്നു. അവിടെ നിന്ന് നവോമിയുടെ കൂടെ രൂത്ത് ബേഥൽഹേമിലേക്ക് തിരിച്ചു വരികയാണ്. 1-ാമത്തെ ചാപ്റ്ററിൽ ഇതിനെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. അവിടെ രൂത്തിന്റെ ദൃഢനിശ്ചയമാണ് നമ്മൾ കാണുന്നത് 1-ാമത്തെ ചാപ്റ്ററിൽ. 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 2-ാമത്തെ ചാപ്റ്ററിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ബോവസിന്റെ വയലില് രൂത്ത് കാല പെറുക്കുവാൻ പോകുന്നതിനെ പറ്റിയാണ് 2-ാമത്തെ ചാപ്റ്ററിൽ കാണുന്നത്. അവിടെ ബോവസ് രൂത്തിനോട് ദയ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബാല്യക്കാരോട് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ രൂത്തിന് പെറുക്കുവാനായിട്ട് ഇട്ടേക്കണം, രൂത്ത് വരുമ്പോൾ അവളെ ഉപദ്രവിക്കരുത് എന്നെല്ലാം പറഞ്ഞ് ബോവസ് ബാല്യക്കാരോട് നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നതാണ്. അതാണ് 2-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നവോമിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് രൂത്ത് മെതിക്കളത്തിലേക്ക് പോവുകയും അവിടെ ബോവസിന്റെ കാൽക്കൽ പോയി കിടക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അവിടെ പറയുന്നുണ്ട്, കാൽക്കൽ പോയി കിടന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു എന്നാണ് പറയുന്നത്. എബ്രായ സംസ്കാരത്തില് പുതപ്പ് മാറ്റുക എന്ന് പറയുന്നത് വിവാഹത്തിനുള്ള സമ്മതത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം രാവിലെ വരെ രൂത്ത് അവിടെ കിടന്നു. രാവിലെ തിരികെ പോകുമ്പോൾ ബോവസ് 6 ഇടങ്ങഴി യവം കൊടുത്തു വിടുന്നുണ്ട് നവോമിക്കുള്ള സമ്മാനമായി. അവിടെ 6 എന്നൊരു സംഖ്യ പറയുന്നത് അപൂർണതയുടെ അടയാളമായിട്ടാണ് അവിടെ കുറിക്കുന്നത്. അതായത് വാഗ്ദാനം ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ, അതായത് പൂർണ്ണത പ്രാപിക്കത്തുള്ളൂ. ഇത്രയുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് 3 അധ്യായങ്ങളിൽ. രൂത്തിന്റെ പുസ്തകം 3 അധ്യായങ്ങളിൽ ഇതാണ് പഠിച്ചത്. ഇനി രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ വരുന്നത്. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായമാണ് രൂത്തിന്റെ വീണ്ടെടുപ്പും നവോമിയുടെ ഉയർച്ചയും. ഇതിനെ 4 ഭാഗങ്ങളിലായിട്ട് തിരിച്ച് ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കാം. ആദ്യം വാക്യം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ബോവസ് പട്ടണവാതിൽക്കൽ ചെന്ന് അവിടെ ഇരുന്നു. ബോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടു. എടോ, ഇങ്ങോട്ട് വന്ന് അവിടെ ഇരിക്കാൻ അവനോട് പറഞ്ഞു. അവൻ ചെന്ന് അവിടെ ഇരുന്നു. പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ 10 പേരെ വരുത്തി, ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. അവരും ഇരുന്നു. അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലീമേലെക്കിന്റെ വയൽ വിൽക്കുന്നു. ആകയാൽ നിന്നോട് അത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിന്റെ മൂപ്പന്മാരുടെ മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക. നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക. വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിന് എന്നോട് പറയുക. നീയും നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. അതിനവൻ, ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നവോമിയുടെ വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു.
അടുത്ത വാക്യം കൂടെ 6 വരെ 6 കൂടെ. ഇതിന് വീണ്ടെടുപ്പുകാരൻ എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല, എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക, എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇത് 1 മുതൽ 6 വരെയുള്ള വാക്യമാണ് ഇവിടെ വായിച്ചത്. അതില് നമുക്കറിയാം ബോവസ് പട്ടണവാതിക്കൽ ചെന്ന് ഇരിക്കുകയാണ്. ബോവസ് പട്ടണവാതിക്കൽ ചെന്നിരിക്കുന്നത് യഹൂദ സംസ്കാരത്തില് പട്ടണവാതിക്കൽ പോയിരിക്കുക എന്ന് പറയുന്നത് വ്യവഹാരങ്ങൾ നടത്തുന്നതിന്, അതുപോലെ വസ്തു വിൽക്കുന്നതിന്, ഇതിനെല്ലാമാണ് പട്ടണവാതിക്കൽ പോകുന്നത്. കാരണം അവിടെ മൂപ്പന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഇവിടെ ബോവസ് അവിടെ പോയി ഇരുന്നിട്ട് എന്തിനാ പോയിരുന്നത്? മഹ്ളോന്റെ ചാർച്ചക്കാരൻ, മഹ്ളോന്റെ ഭാര്യയാണല്ലോ രൂത്ത്. അപ്പം മഹ്ളോന്റെ ചാർച്ചക്കാരൻ അതുവഴി വരുമെന്ന് അറിഞ്ഞിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. മഹ്ളോന്റെ ചാർച്ചക്കാരൻ വരുന്നത് എന്തിനെങ്കിലും വേണ്ടി ആയിരിക്കും. ഒന്നീ വ്യവഹാരം നടത്തുന്നതിനോ, അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ വസ്തു വിൽക്കുന്നതിനോ എന്തിനേലും ആയിരിക്കാം മഹ്ളോന്റെ ചാർച്ചക്കാരൻ വരുന്നത്. അപ്പൊ ബോവസ് അവിടെ ചെന്നിരിക്കുകയാണ്. അവിടെ ചെന്നിരുന്നപ്പോഴാണ് ഈ ചാർച്ചക്കാരൻ പോകുന്നത് കണ്ടു. ചാർച്ചക്കാരനോടും പറയുകയാണ് അവിടെ വന്നിരിക്കാൻ. എന്നിട്ട് മൂപ്പന്മാരെയും അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് പറയുന്നുണ്ട്, ബോവസ് ഈ ചാർച്ചക്കാരനോട് പറയുകയാണ് നിയോഗം ഏറ്റെടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് നിയോഗം എന്ന് പറഞ്ഞാൽ രൂത്ത് 4-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നവോമി എലീമേലെക്കിന്റെ വയൽ വിൽക്കുന്നു എന്ന കാര്യം. വയൽ വിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ ഈ ചാർച്ചക്കാരൻ പറഞ്ഞു, ഓക്കെ ഞാൻ വീണ്ടെടുത്തുകൊള്ളാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ബോവസ് പിന്നെയും ഈ ചാർച്ചക്കാരനോട് പറയുകയാണ്, വയല് വീണ്ടെടുത്താല്, അതായത് വയല് വാങ്ങിയാല് ആരെയൊക്കെ വീണ്ടെടുക്കണം? ഒന്ന് രൂത്തിനെ വീണ്ടെടുക്കണം എന്ന് പറയുക. അപ്പം ഈ ചാർച്ചക്കാരൻ പിന്മാറുകയാണ് ചെയ്യുന്നത്. കാരണം വയല് വീണ്ടെടുത്താൽ മൊത്തം നഷ്ടമാണ് ഈ ചാർച്ചക്കാരൻ ഉണ്ടാകുന്നത്. അതായത് വയലിന്റെ വില നവോമിക്ക് കൊടുക്കണം. രൂത്തിന് പുത്രൻ ഉണ്ടായാല് ആ പുത്രന് ഈ അവകാശം കിട്ടും. ഇതെല്ലാം മനസ്സിലാക്കി ചാർച്ചക്കാരൻ പറയുകയാണ് എനിക്ക് വേണ്ട, ബോസ് തന്നെ വീണ്ടെടുത്തുകൊള്ളാൻ പറയുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ബോവസ് എന്ന് പറയുന്ന ആള് എല്ലാം നീതിപൂർവമാണ് പ്രവർത്തിച്ചത്. എല്ലാം സത്യസന്ധമായിരുന്നു. നിയമങ്ങളെ എല്ലാം മാനിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഒരു സൂചന ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിലെ സഹോദരന്റെ വസ്തു വീണ്ടെടുക്കുന്നത് എങ്ങനെയാണ് എന്നെല്ലാം വിശദമായി പറയുന്നുണ്ട്. അതുപോലെ ആവർത്തന പുസ്തകത്തില് സഹോദരന്റെ ഭാര്യ മരിച്ചാല്, മക്കളില്ലാതെ മരിച്ചു പോയാൽ അവളെ വിവാഹം കഴിക്കണമെന്നും അവൾക്ക് പുത്രൻ ഉണ്ടാവുന്ന കാര്യം, അതെല്ലാമാണ് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ പറയുന്നത്. അവിടെ ഒരു ദേവര ധർമ്മം എന്നെല്ലാം പറയുന്നുണ്ട്. അതായത് സഹോദരന്റെ ഭാര്യ പുത്രനില്ലാതെ മരിച്ചു പോയാൽ അവളെ ഭാര്യയായി എടുക്കണമെന്നും അവന് പുത്രൻ ഉണ്ടാവുമ്പോൾ ആ വസ്തു എല്ലാം അവർക്ക് അവകാശപ്പെട്ടതാണെന്നും എല്ലാമാണ് ഈ ദേവര ധർമ്മം അനുസരിച്ച് കണക്കാക്കപ്പെടുന്നത്. ഇതാണ് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതായത് പട്ടണവാതിക്കൽ ചെന്നിരിക്കുകയും അവിടെ മഹ്ളോന്റെ ചാർച്ചക്കാരൻ വരികയും ചാർച്ചക്കാരനോട് ബോവസ് ഈ നിയോഗം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും, അതായത് രൂത്തിനെ വീണ്ടെടുക്കാൻ ആവശ്യപ്പെടുകയെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ അദ്ദേഹം വേണ്ട എന്ന് പറയുന്നു. അത് കാരണം ബോവസിനോട് വീണ്ടെടുക്കാൻ പറയുകയാണ്. ഇത്രയുമാണ് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഇനി 2-ാമത്തെ ഇതിൽ 7 തൊട്ട് 12 വരെയുള്ള കാര്യങ്ങൾ. ഇത് ഇവിടെ ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ ഇവിടെ സന്നിദ്രീൻ സംഘത്തിന്റെ കാര്യവും ഇവിടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതായത് സന്നിദ്രീൻ സംഘം, സൻഹേദ്രിൻ, ഒരു 10 പേര് കൂടുന്ന ഒരു സംഘമാണ്. അത് അന്നത്തെ കാലത്ത് ഇസ്രായേലില് വിവാഹം ആശീർവദിക്കുന്നതിനും സംഘാലയങ്ങൾ സ്ഥാപിക്കുന്നതിനുമൊക്കെ ഈ സന്നിദ്രീൻ സംഘത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് നിയമം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. യഹൂദ സംസ്കാരത്തില് പല കാര്യങ്ങള് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇനി 7 തൊട്ട് 12 വരെ വാക്യങ്ങളിൽ ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇസ്രായേലിലെ നിലവിലിരിക്കുന്ന രീതി അനുസരിച്ച് എന്തെങ്കിലും ഉടമ്പടി ഉറപ്പിച്ചാല് അതിന് ഉറപ്പിക്കുന്നതിനായിട്ട് കാലിലെ ചെരുപ്പൂരി മറ്റേ ആൾക്ക് കൊടുക്കുന്ന പതിവാണുള്ളത്. അത് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് അതിനെപ്പറ്റി പറയുന്നത്. ഈ ചെരുപ്പൂരി നൽകി ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിനെ യഹൂദ ന്യായപ്രമാണത്തിൽ ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റത്തിന്റെ നിയോഗമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് യഹൂദ ന്യായപ്രമാണം എന്താണെന്ന് നമുക്കറിയാം, മോശയുടെ ന്യായപ്രമാണമല്ല.
അതിന്റെ ഒരു പൂർണ്ണത വന്നത് യേശുക്രിസ്തുവിനോട് കൂടിയാണ്. അതായത് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് യേശുക്രിസ്തുവിൽ നിറവേറിയത്. ഇവിടെ ചെരുപ്പൂരി നൽകി, ബോവസിന് ചെരുപ്പൂരി നൽകി ഇയാൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബോവസിന് ചെരുപ്പൂരി നൽകിയപ്പോൾ ബോവസ് എന്തോ ചെയ്തു? സാക്ഷികളെ എല്ലാം വിളിച്ചു. സാക്ഷികളെ എല്ലാം വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് മഹ്ലോന്റെ ഭാര്യയായ രൂത്തിനെ വീണ്ടെടുക്കുന്നു എന്നെല്ലാം പറയുകയാണ്. അതുപോലെ ഭൂമി വാങ്ങുകയും ചെയ്യുകയാണെന്ന് പറയുന്നു. ഇനി അതിൻ്റെ അകത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അടുത്തത് രൂത്തിന്റെ പ്രതികരണം, രൂത്തിനോടുള്ള പ്രതികരണം എന്താണെന്നാണ് അടുത്ത ഇതിൽ പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം രൂത്ത് ഒരു മോവാബ്യ സ്ത്രീ ആണെന്നുള്ള കാര്യം. മോവാബ്യരെന്ന് പറയുന്നത് ഇസ്രായേലിനോട് ശത്രുതയിലായിരുന്ന ആൾക്കാരാണ്. ഈ ഒരു മോവാബ്യ സ്ത്രീയായ രൂത്തിനെ അവിടെയുള്ള ബേത്ലഹേമിലുള്ള ആൾക്കാർ, അതായത് ഇസ്രായേലിയരും അതുപോലെ അവിടെയുള്ള മൂപ്പന്മാരെല്ലാം അനുഗ്രഹിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എങ്ങനെ അനുഗ്രഹിച്ചത്? അവിടെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, റാഹേലിനെയും ലേയെയും പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞാണ് അനുഗ്രഹിക്കുന്നത്. റാഹേലിന്റെയും ലേയുടെയും പ്രത്യേകത എന്തുവാ? അവരാരാ? അല്ല, റാഹേലും ലേയും എന്ന് പറയുന്നത് യാക്കോബിന്റെ ഭാര്യമാരാണ്. ലേയും റാഹേലും. യാക്കോബിന്റെ ആദ്യ ഭാര്യയാണ് ലേയ, രണ്ടാമത്തെ ഭാര്യയാണ് റാഹേല്. ലാബാന്റെ മക്കളാ ഇവർ രണ്ടുപേരും. ഇവരുടെ മക്കളാണല്ലോ ഗോത്രപിതാക്കന്മാർ. അതായത് റാഹേലിന്റെ മക്കളാണ് യോസഫും ബെന്യാമീനും. അതുപോലെ ലേയയ്ക്ക് 6 പുത്രന്മാരും ഒരു മകളും ദീനയുമാണ് ഉണ്ടായിരുന്നത്. പുത്രന്മാര് രൂബേൻ, ഷിമയോൻ, ലേവി, യഹൂദ, ഇസാഖാൻ, സെബൂലൂൻ. ഇത്രയും പേരാണ് ലേയുടെ മക്കൾ. അതിൽ നമുക്കറിയാം ലേവിയിൽ നിന്നാണ് പുരോഹിത ഗോത്രം ഉണ്ടായത്. അതുപോലെ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് ദാവീദും അതിനോട് ചേർന്നാണല്ലോ, ആ തലമുറയിലാണല്ലോ യേശു ക്രിസ്തുവും ഉള്ളത്. അപ്പോൾ ഈ മൂപ്പന്മാര് രൂത്തിനെയും ബോവസിനെയും അനുഗ്രഹിക്കുന്നതാണ്, റാഹേലിനെയും ലേയെയും പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞാണ് അനുഗ്രഹിക്കുന്നത്. അതായത് തലമുറകളിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നവരാകട്ടെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യഹൂദ സംസ്കാരത്തില് അന്യജാതി സ്ത്രീകളെ സ്വീകരിക്കുന്നതിന് യാതൊരു വിധമായ തടസ്സവും ഇല്ലായിരുന്നു. ഇവിടെ നവോമിയോടുള്ള രൂത്തിന്റെ സ്നേഹം നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ രൂത്തിന് ദൈവത്തോടുള്ള ആശ്രയവും രൂത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യം, ഇതെല്ലാം കാരണമാണ് ബേത്ലഹേം നിവാസികളും അതുപോലെ മൂപ്പന്മാരും രൂത്തിനെ അംഗീകരിച്ചത്. കാരണം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ, ബുക്കിലെ 2-ാമത്തെ ചാപ്റ്ററിൽ രൂത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചായിരുന്നു. അപ്പം ഇങ്ങനെ രൂത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യം കാരണമാണ് മൂപ്പന്മാരെല്ലാം അവളെ അംഗീകരിക്കുന്നത്. അതുപോലെ നവോമിയോടുള്ള അവളുടെ അടങ്ങാത്ത സ്നേഹം, ഇതെല്ലാം കണ്ടപ്പോൾ ബേത്ലഹേം നിവാസികൾക്കും മൂപ്പന്മാർക്കും എല്ലാം ഇവളെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവളെ അംഗീകരിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസ്തത, നീതി, ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് സമൂഹം അംഗീകരിക്കും. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും. ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ വലിയൊരു സാക്ഷ്യമാണ് നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കുന്നത്. കാരണം ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ സാക്ഷ്യമാണല്ലോ ഒരാളാണല്ലോ രൂത്ത്. അപ്പം അങ്ങനെ ഒരു രൂത്താണ് നവോമിയുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് ഇങ്ങനെ ഇപ്പം ഈ ഒരു രീതിയിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ ദൈവത്തോടുള്ള എത്രയും ആശ്രയം വെക്കാമോ ദൈവത്തോട് അത്രയും നമ്മൾ ആശ്രയം വെക്കണം. അത് വിശ്വസ്തത പുലർത്തണം, നീതി പുലർത്തണം. അങ്ങനെയാവുമ്പോൾ ദൈവത്തിൽ നിന്ന് ധാരാളമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. ഇതാണ് 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അടുത്തത് 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ വിവാഹത്തെ പറ്റിയും പുത്രജനനത്തെ പറ്റിയുമാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഈ ബേത്ലഹേം നിവാസികളും മൂപ്പന്മാരും എല്ലാം ഇവരെ ബോവസിനെയും രൂത്തിനെയും അനുഗ്രഹിച്ചു, അവരെ അംഗീകരിച്ചു എന്ന്. ഇങ്ങനെ അംഗീകാരം ലഭിച്ചപ്പോൾ ബോവസ് രൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്കൊരു പുത്രൻ ജനിച്ചു. പുത്രന്റെ പേരെന്തുവാ? ബോവസ് രൂത്തിന്റെ പുത്രന്റെ പേരെന്തുവാ? ഒബേദ്. അത് കഴിഞ്ഞ് ഇവിടെ നവോമിയുടെ ഭാഗ്യത്തെ പറ്റിയാണ് പറയുന്നത്. അനുഗ്രഹം ലഭിച്ചതാർക്കാ?
രൂത്തിന് അനുഗ്രഹം അനുഗ്രഹം ലഭിച്ചത് രൂത്താ. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന അയൽക്കാരും ദൈവജനം എല്ലാം ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് ആരെയാ? നവോമിയെ നവോമിയെ. നവോമിയ. എന്തുകൊണ്ടാ നവോമിയെ ഭാഗ്യവതി എന്ന് അല്ലെങ്കിൽ ഭാഗ്യമുള്ളവൾ എന്ന് പറയുന്നത്? കാരണം കർത്താവിന്റെ വംശാവലിയില് ഇടം നേടുവാൻ തക്കവണ്ണമുള്ള ഒരു കുഞ്ഞിനെയാണ് ഈ രൂത്തിന്, അതായത് നവോമിക്ക് കൊടുത്തിരിക്കുന്നത്. അവിടെ നവോമിയുടെ സന്തോഷം നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ 7 എന്നൊരു സംഖ്യയെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അതായത് 7 പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന മരുമകൾ നവോമിക്കുണ്ട്. നവോമിയാണ് കുഞ്ഞിനെ വളർത്തുന്നത്. ഇവിടെ നവോമി അവന് ധാത്രിയായി തീർന്നു എന്ന് പറയുന്നുണ്ട്. അതായത് നവോമിയാണ് കുഞ്ഞിനെ വളർത്തുന്നത്. 7 എന്നത് പൂർണ്ണതയുടെ അടയാളമാണ്. നമ്മൾ 3-ാം അധ്യായത്തില് കണ്ടായിരുന്നു 6 എന്ന് പറയുന്നത് അപൂർണതയുടെ അടയാളമാണ്. അതായത് ഇവിടെ ബോവസ് അവന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചപ്പോൾ അത് പൂർണ്ണതയെ പ്രാപിച്ചു. അതാണ് 7 എന്ന സംഖ്യ ഇവിടെ പറയുന്നത്. നമുക്കറിയാം നവോമിക്ക് ആദ്യം ഉണ്ടായിരുന്നത് ദുഃഖമാണല്ലോ. കാരണം എല്ലാം നഷ്ടപ്പെട്ടവളായിരുന്നു നവോമി. ഭർത്താവ് നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് 2 മക്കള് നഷ്ടപ്പെട്ടു. ഇങ്ങനെ നഷ്ടവും ദുഃഖവും എല്ലാം നിറഞ്ഞവളായിരുന്നു നവോമി. അതിൽ നിന്നെല്ലാം മാറി ഇപ്പൊ നവോമി സന്തോഷമുള്ളവളായി മാറുകയാണ്. കുഞ്ഞ് ഇവിടെ ഒബേദ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയുടെ അടയാളമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് 18 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളിൽ വംശാവലിയെ പറ്റിയാണ് പറയുന്നത്. ഇത് ഉപസംഹാരം എന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് അവിടെ ഒരു വംശാവലിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പേരസിൽ തുടങ്ങി ഇവിടെ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗൃഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച പാരേസിന്റെ ഗൃഹം പോലെ ആയി തീരട്ടെ എന്ന് 12-ാം വാക്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ പാരസ് എന്ന് പറയുന്നയാള് യഹൂദയ്ക്കും താമാറിനും ജനിച്ച മകനാണ് പേരസ്. അത് ആ വംശം ശക്തിയായി വളരുകയും ആ വംശത്തിൽ തന്നെയാണ് ഈ ബോവസും രൂത്തും എല്ലാം വരുന്നത്. അതായത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് അന്ന് മൂപ്പന്മാർ അനുഗ്രഹിച്ചത്. അത് സഫലമാവുകയും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ആദ്യം പേരസിന്റെ മകൻ ഹെസ്രോന്റെ മകൻ രാം, അമ്മീനാദാബ്, നഹശോൻ, ശൽമോൻ, ബോവസ്, ഒബേദ്, ഇശായി, ദാവീദ്. ഇങ്ങനെ നേരിട്ട് രൂത്ത് ദാവീദ് രാജാവിന്റെ വംശത്തിൽ പെടുകയാണ് ചെയ്യുന്നത്. കാരണം മത്തായി സ്ലീഹായുടെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തുവിനോളം 14 എന്ന്. അതായത് 14 തലമുറകൾ. അപ്പം ഈ തലമുറകളുടെ ഒരു കണ്ണിയാണ് രൂത്ത്. അത് കഴിഞ്ഞ് ഇവിടെ പറയുന്നുണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ സാധ്യമാണെന്നും കഷ്ടതയും ബുദ്ധിമുട്ടുകളും ഏറി വന്നാലും സത്തമന്മാരെ ദൈവകൃപ അനുഗ്രഹീതരാക്കുമെന്നും രൂത്തിന്റെ വീണ്ടെടുപ്പ് സംഭവം നമ്മെ പഠിപ്പിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. അതായത് മൊത്തം പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു രൂത്തിനും ആദ്യം നവോമിക്കും എല്ലാം ഉണ്ടായിരുന്നത്. നമുക്ക് ആ 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി എല്ലാം മനസ്സിലാവുന്നതാണ്. അതായത് ദുരിതം, ദേശത്ത് ക്ഷാമം, നവോമിയുടെ കുടുംബം മോവാബിലേക്ക് പോകുന്നു, ഭർത്താവും പുത്രന്മാരും മരിക്കുന്നു, നവോമി വെറും കൈയോടെ ബേഥൽഹേമിലേക്ക് തിരിച്ചു വരുന്നു. ഇതെല്ലാം ദുരിതപൂർണമായിരുന്നു നവോമിയെയും രൂത്തിനെയും നമ്മുടെ ഇതിൽ ചിന്തിക്കുകയാണെങ്കിൽ. പക്ഷെ ഈ ദുരിതകാലത്ത് രൂത്ത് എടുത്ത ഒരു തീരുമാനമുണ്ട്. എന്തുവായിരുന്നു ആ തീരുമാനം? നവോമിയുടെ കൂടെ പോകാന്നുള്ള തീരുമാനം. നവോമിയുടെ കൂടെ പോകാനുള്ള തീരുമാനം ആണ് രൂത്ത് എടുത്തത്. അത് 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. രൂത്ത് പറയുന്നുണ്ട്, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. അതായത് ദുരിതകാലത്ത് എടുത്ത ആ തീരുമാനം, രൂത്തിന്റെ ആ തീരുമാനമാണ് പിന്നെ എല്ലാത്തിനും വഴികാട്ടുന്നത്. അവള് ദൈവത്തിൽ ആശ്രയിച്ചു. ഓർപ്പ തിരികെ വീട്ടിലേക്ക് പോയി. പക്ഷെ രൂത്ത് പോയില്ല. രൂത്ത് അമ്മായിയമ്മയുടെ കൂടെ ബേത്ലഹേമിലേക്ക് തിരികെ വരികയാണ്. ആ ദുരിതകാലത്ത് എടുത്ത തീരുമാനമാണ് ബാക്കി കർത്താവിന്റെ വംശാവലിയിൽ പോലും
ഇടം നേടുവാൻ, ഒരു അന്യജാതി സ്ത്രീ ആയിരുന്നിട്ട് പോലും ആ ഒരു വംശാവലിയിൽ ഇടം നേടുവാൻ തക്കവണ്ണം രൂത്തിന് സാധിച്ചത് അന്ന് ദുരിതകാലത്ത് രൂത്ത് എടുത്ത ആ തീരുമാനം മൂലമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ബോവസ് എല്ലാം നീതിപൂർവമാണ് പ്രവർത്തിക്കുന്നത്. നിയമത്തെ മാനിച്ചു, അത് സമൂഹം അംഗീകരിക്കുകയും ചെയ്തു. കാരണം ബോവസ് നീതിമാനാണെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം എക്സാമിന് വേണ്ടി പഠിച്ചപ്പോൾ നീതിമാന്മാരെ പറ്റി എബ്രായ ലേഖനത്തില് നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തില് നമ്മൾ നീതിമാന്മാരെ പറ്റി എല്ലാം പഠിച്ചായിരുന്നു. അപ്പൊ നീതിമാന്മാർ പന പോലെ തളർക്കുമെന്നെല്ലാം നമ്മൾ പാട്ടിൽ പാടുന്നുണ്ട്. അതുപോലെ നീതിമാന്മാര്, അതായത് ഹാബേലിൽ തുടങ്ങി നീതിമാന്മാർ അബ്രഹാം, മോശ, അവരെല്ലാം നീതിമാന്മാരാവുന്നു എന്നും പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ 11-ാം അധ്യായത്തില്. അവിടാണ് നീതിമാനാണെങ്കിൽ നീതിമാന്മാരെ ദൈവം സംരക്ഷിക്കും. പിന്നെ പറയുന്നുണ്ട് ഇവിടെ സത്തമന്മാരെ ദൈവകൃപ അനുഗ്രഹീതരാക്കുന്നു. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ബുക്കിലെ 2-ാമത്തെ ചാപ്റ്ററിൽ രൂത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് രൂത്തിന്റെ ത്യാഗസന്നദ്ധത, കഠിനാധ്വാനം, അമ്മായിയമ്മയെ കൈവിടാത്ത സ്നേഹം, ഇവയെല്ലാം ദൈവകൃപ ആകർഷിക്കുന്ന സ്വഭാവ വിശേഷങ്ങളാണ്. ഇങ്ങനെയുള്ള രൂത്തിന്റെ സ്വഭാവം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവളുടെ ആ ഒരു ദൈവകൃപ ആകർഷിക്കുന്ന ഇതെല്ലാം കാരണമാണ് രൂത്തിന്റെ വിവാഹം നടക്കുന്നതും ഒബേദെന്ന് പറഞ്ഞ പുത്രൻ ജനിക്കുന്നതും. അതായത് ദുഃഖത്തിൽ നിന്നാണ് വന്നതെങ്കിലും ഇപ്പൊ സന്തോഷമാണ്. രൂത്തിന്റെ ബുക്ക് അവസാനിക്കാറാകുമ്പോഴത്തേക്ക് അവിടെ എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവരും ഭാഗ്യവതി എന്നെല്ലാമാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ പൂർണ്ണതയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ഈ ബുക്കിന്റെ രൂത്തിന്റെ വീണ്ടെടുപ്പ് സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതിന്റെ ആൻസറാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ സാധ്യമാണെന്നും കഷ്ടതയും ബുദ്ധിമുട്ടും ഏറി വന്നാലും സത്തമന്മാരെ ദൈവകൃപ അനുഗ്രഹീതരാക്കുമെന്നും രൂത്തിന്റെ വീണ്ടെടുപ്പ് സംഭവം നമ്മെ പഠിപ്പിക്കുന്നുവെന്ന് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ അടുത്ത വാക്കിൽ പറയുന്നുണ്ട് അമ്മായിയമ്മായും മരുമകളുമായ 2 സ്ത്രീകളുടെ നിഷ്കളങ്കമായ സ്നേഹം 2 ജാതികൾ, ഇസ്രായേലിലും മോവാബ്യരും തമ്മിലുള്ള സ്നേഹബന്ധത്തിനും ക്രിസ്തു എന്ന രക്ഷകനിലേക്കുള്ള വീണ്ടെടുപ്പുകാരനുമുള്ള തലമുറകളുടെ ശൃംഖലയുടെ ഭാഗമായി അവർ മാറുന്നതിനും ഇടയായി എന്ന്. അതായത് ഇവിടെ നമുക്ക് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള നിഷ്കളങ്കമായ ഒരു സ്നേഹം കാണാവുന്നതാണ്. ഇവിടെ ബുക്കില് 2-ാമത്തെ അധ്യായത്തില് നമ്മൾ പഠിച്ചു, 11-ാമത്തെ പേജിലുണ്ട് മോവാബ് ഇസ്രായേലിനോട് ശത്രുതയിലായിരുന്നു എന്ന്. പക്ഷെ മോവാബ്യ സ്ത്രീയാണ് രൂത്ത്, യഹൂദനാണ് ബോവസ്. അവിടെ പറയുന്നുണ്ട് മോവാബിനോട് ഒരു തരത്തിലും ഇടപെടുവാൻ പാടില്ല എന്ന ഇസ്രായേലിൽ നിയമം പോലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് എലീമേലേക്കും എല്ലാവരും കൂടെ മോവാബിലേക്ക് പോകുന്നത്. അതിനെപ്പറ്റി 2-ാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് 1-ാമത്തെ ചാപ്റ്ററിൽ 11-ാമത്തെ പേജിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഇസ്രായേലിലും മോവാബ്യരും തമ്മിൽ ശത്രുതയിലായിരുന്നുവെങ്കിൽ പോലും രൂത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യം മൂലം അവര് തമ്മിൽ ഉള്ള സ്നേഹബന്ധത്തിന്, അതായത് ഇസ്രായേലിനും മോവാബ്യരും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് കാരണമായി. അങ്ങനെ ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനിലേക്കുള്ള തലമുറകളുടെ ശൃംഖലകളുടെ ഭാഗമായി മാറും. നമുക്കറിയാം വീണ്ടെടുപ്പുകാരനാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അതായത് ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷയും പുനഃസ്ഥാപനവും സാധ്യമാകുന്നത്. ഈ ബോവസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ഇത്രയുമാണ് ഈ 4-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഈ പ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളത് രൂത്തും എസ്തേറുമാണ്. അതിൽ 2 കഥകളാണ്. അത് കാരണം ഈ പ്രാവശ്യം എക്സാം വളരെ എളുപ്പവുമായിരിക്കും. അങ്ങനെ 4-ാമത്തെ ചാപ്റ്ററിൽ ഇത്രയും മാത്രമാണ് പറയുന്നത്. ആദ്യം പട്ടണവാതിക്കൽ ചെന്ന് ബോവസ് ഇരിക്കുന്നതും അതുവഴി വീണ്ടെടുപ്പുകാരൻ വരുന്നതും, അതായത് മഹ്ലോന്റെ ചാർച്ചക്കാരൻ വരുന്നതും, ചാർച്ചക്കാരനെ കണ്ടുടനെ അവിടെ വന്നിരിക്കാൻ പറയുന്നതും നിയോഗം ഏറ്റെടുക്കാൻ പറയുന്നതും, അത് കഴിഞ്ഞ് അവൻ വീണ്ടെടുക്കാത്തതിനാൽ ബോവസിന് കൊടുക്കുന്നതും, ബോവസ് പിന്നെ രൂത്തിനെ വിവാഹം കഴിച്ചു, അവർക്ക് മകൻ ജനിക്കുന്നു, അവന്റെ പേരാണ് ഒബേദ്, കർത്താവിന്റെ വംശാവലിയിൽ സ്ഥാനം പിടിക്കുന്നു. ഇത്രയുമാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ 4-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് സ്റ്റോറി പോലെയാണല്ലോ എഴുതിയിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ന്യൂസിലൻഡ് റീജിയണൽ ഭാരവാഹികളോടും ഷിനോ അച്ഛനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.